ഹലോ, നമസ്കാരം പ്രിയരെ. ശുഭദിനാശംസകൾ. നിങ്ങളുടെ ഈ ദിവസം സന്തോഷവും സമാധാനവും നല്ല അനുഭവങ്ങളും നിറഞ്ഞതായിരിക്കട്ടെ. എല്ലാ കാര്യങ്ങളും ഇഷ്ടാനുസരണം നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പത്രത്തിലൂടെ കണ്ണോടിക്കുമ്പോഴാണ് മനസ്സിലായത്, നിറയെ സ്പോർട്സ് വാർത്തകളുണ്ട് ഇന്ന്. ഏഷ്യ കപ്പ് ക്രിക്കറ്റിനുള്ള ടീമിലേക്ക് ആരെ എടുക്കണമെന്നുള്ള ചർച്ച സജീവമാണ്. സഞ്ജുവിന് അവസരം കിട്ടുമോ അതോ ശുഭ്മാൻ ഗിൽ ഓപ്പണർ സ്ഥാനം കൈയടക്കുമോ? ബുംറയും സൂര്യകുമാറും ഫിറ്റ്നസ് തെളിയിച്ച് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ശ്രേയസ് അയ്യറും ജിതേഷ് ശർമ്മയും ഒക്കെ ടീമിൽ ഇടം നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ സഞ്ജുവിനും അവസരം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഏഷ്യ കപ്പിനുള്ള പാകിസ്ഥാൻ ടീമിനെ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രമുഖരായ ബാബർ അസമിനെയും മുഹമ്മദ് റിസ്വാനെയും ടീമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതാണ് ക്രിക്കറ്റിൽ നിന്നുള്ള മറ്റൊരു ചർച്ചാ വിഷയം. ഇനി ഫുട്ബോളിലാകട്ടെ, ഡ്യൂറൻ കപ്പിൽ ഈസ്റ്റ് ബംഗാൾ സെമിയിലെത്തി. കൊൽക്കത്ത ടീമായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെയാണ് തോൽപ്പിച്ചത്. ഡയമണ്ട് ഡക്കോസ് ആണ് ഈസ്റ്റ് ബംഗാളിനായി 2 ഗോൾ സ്കോർ ചെയ്തത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തോൽപ്പിച്ചു. 13-ാം മിനിറ്റിൽ കാലിഫിയോറി അടിച്ച ഒറ്റ ഗോളിനാണ് യുണൈറ്റഡിനെ ഗണ്ണേഴ്സ് തോൽപ്പിച്ചത്. ലാലിഗയിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് തോറ്റുകൊണ്ട് തുടങ്ങി. എസ്പാനിയോൾ ആണ് അവരെ തോൽപ്പിച്ചത്. 2-1 തോൽവി. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. വീണ്ടും കണ്ടുമുട്ടുന്നവരെ നന്ദി, നമസ്കാരം.